إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണത്. മനുഷ്യനെ അള്ളാഹു ഒരു ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിട്ടിട്ടില്ല. ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ ഏതൊരു മേഖലയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നമ്മെ നിയോഗിച്ചത്. എപ്പോഴെങ്കിലും അന്തിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി ഇവിടെ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ദീന് പഠിച്ചൊരു മുസ്ലിമിനുണ്ടാവുകയില്ല. എല്ലായിടത്തും വ്യക്തമായ മാർഗനിർദ്ദേശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളെ പിന്തുടർന്ന് നമ്മൾ ജീവിക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇവിടെ മതം എന്താണ് പറയുന്നത്, ഇവിടെ ഇസ്ലാം എന്താണ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് അള്ളാഹു എന്നെ പഠിപ്പിക്കുന്നത്. അത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതിനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അത് പകുതി എടുക്കുകയും പകുതി തള്ളുകയും ചെയ്യുന്ന രീതിയല്ല. ഭാഗികമായി പ്രവാചകന്റെ സുന്നത്തനുസരിക്കുകയും ഭാഗികമായി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന സമീപനമല്ല, പൂർണ്ണമായും. അല്ലേ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. നിങ്ങൾ പൂർണ്ണമായും മുസ്ലിങ്ങളാവുക, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുക. പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകും. ശൈത്താൻ അങ്ങനെ പറഞ്ഞുതരും. അതൊന്നും പത്ര ശ്രദ്ധിക്കണ്ട, അതിലൊന്നും പത്ര സീരിയസ്നെസ് കൊടുക്കണ്ട. അതൊക്കെ ഇപ്പൊ ഈ ലോകത്തെ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്, ഈ സമൂഹത്തിൽ ഇതെല്ലാം എല്ലാവരും ഇതൊക്കെ പാലിച്ചിട്ടാണോ? ഞാൻ മാത്രമല്ലല്ലോ. ശൈത്താൻ തരുന്ന ചിന്തയാണ്. നമ്മൾ വിചാരിക്കണോ നമ്മൾ കണ്ടെത്തുന്ന ന്യായീകരണമാണ്? അല്ല, പിശാചിട്ട് തരുന്ന ചിന്തകളാണ്. സുഹൃത്തുക്കളെ, എല്ലാ മേഖലയും പറയുന്നത് ജനനം മുതൽ മരണം വരെ അല്ല, മരിച്ചതിനു ശേഷം, മരണത്തിന് ശേഷം ഒരു മയ്യത്തെങ്ങനെ കബറടക്കണമെന്ന്, ഒരു മയ്യത്തെങ്ങനെ വൃത്തിയാക്കണമെന്ന്, ഒരു മയ്യത്തെങ്ങനെ തുണിയിൽ പൊതിയണമെന്ന്, ഒരു കബറെങ്ങനെ കുഴിക്കണമെന്ന്, കബറെങ്ങനെ മൂടണമെന്ന്, അതിന്റെ മുകളിലേക്ക് എങ്ങനെ മണ്ണ് വാരിയിടണമെന്ന് ഇവിടെ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ആൾക്കാർ പാലിക്കുന്നുണ്ടോ, സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല.
പലപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ജനനവുമായി ബന്ധപ്പെട്ട്, കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട് പല പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പേരിടുന്നത് ചോദിക്കാറുണ്ട്, അഖീഖ അറുക്കുന്നത് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സംശയങ്ങൾ വരുന്നൊരു മേഖല. ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്. ഞാൻ ആമുഖം പറഞ്ഞു വെച്ചത് ഇതൊക്കെ പറയുന്നത് പാലിക്കാനാണ്, ജീവിതത്തിൽ പകർത്താനാണ്, കേട്ട് മറന്ന് തള്ളിക്കളയാനല്ല. ആ ഒരു ചിന്ത ആദ്യമേ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടാകും. ആ ഒരു വാചകം പറയാതെ വിഷയത്തിലേക്ക് കടക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ആ ഒരു ആമുഖം പറഞ്ഞു വെച്ചത്. ജീവിതത്തിന്റെ ഏതൊക്കെ തലങ്ങളുണ്ടോ അവിടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, ഇച്ഛയ്ക്കു വേണ്ടി കുറച്ച് ദീൻ എടുക്കുകയും കുറച്ച് ദീന് മാറ്റിവെക്കുകയും ചെയ്യുക എന്നുള്ളത് കാപട്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. അപ്പോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ എന്തൊക്കെ ചെയ്യണം അല്ലെ? കുട്ടി എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾ ഒരു കുട്ടി എന്നല്ല പ്രാർത്ഥിക്കുക. ആണോ? എനിക്കൊരു കുട്ടിയെ തരണേ എന്നല്ല. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ മനസ്സിൽ വരിക. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ ഒരു സ്വാലിഹായ സന്താനത്തെ തരണേ. അങ്ങനെയല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിച്ചത്? ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്ന ആളുകൾ ഒന്നാലോചിച്ചു, ഒരു സ്വാലിഹായ സന്താനത്തെ തരണേ എന്നേ പ്രാർത്ഥിക്കുള്ളൂ. എനിക്കൊരു കുട്ടിനെ, എന്തെങ്കിലും ഒരു കുട്ടിനെ തരണേ എന്നല്ല. സുഹൃത്തുക്കളെ, ഒരു സ്വാലിഹായ സന്താനമായി തീരാനും ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ്, രക്ഷിതാവ് എന്ന നിലയ്ക്ക് ജനന സമയത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകാനും നമ്മുടെ കുട്ടിയുടെ ജനന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവിൽ പറയാറുള്ളത്, ഒരു നല്ല കുട്ടി ഉണ്ടാകണമെങ്കിൽ നല്ല ഉമ്മയുണ്ടാകണം, നല്ല വാപ്പയുണ്ടാകണം. അഥവാ കല്യാണം കഴിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നല്ല സ്വാലിഹായ ഒരു സന്താനത്തെ കിട്ടാൻ എനിക്ക് എന്തു വേണം? അദ്ദേഹം പറഞ്ഞു, ഒരു സ്വാലിഹായ ഭാര്യയെ, സ്വാലിഹത്തായ സ്ത്രീയെ കല്യാണം കഴിക്കണം. നോക്കൂ, ഒരു നല്ല കുഞ്ഞ്, പൊതുവിൽ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദ. ഒരു നല്ല മണ്ണിലാണ് നല്ല വിളവുണ്ടാകുന്നത്. മോശമായ മണ്ണിൽ വളരെ കുറച്ചു മാത്രമേ നല്ല വിളവുണ്ടാവുകയുള്ളൂ. ഒരു കുഞ്ഞ് ജനിച്ചു വളരുന്ന സാഹചര്യമെന്തോ അതനുസരിച്ചാണ് ഒരു നല്ല കുഞ്ഞ് ഉണ്ടാവുന്ന സ്വാലിഹായ മകൻ ഉണ്ടായി വരുന്നത്. ചുട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ പറയാറുണ്ട്. ടാങ്കിലുള്ളവേ ടാപ്പിൽ വരുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? വാപ്പാന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് എന്താ ഉള്ളത് അതേ കുട്ടിയിൽ ഉണ്ടാവുള്ളൂ. ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്? തിന്മ ചെയ്യാൻ മാത്രം, മോശമായ വാക്കുകൾ പ്രവർത്തിക്കാൻ മാത്രം, നന്മയ്ക്കൊരു മാതൃകയുമില്ലാത്ത മാതാപിതാക്കൾ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ എന്റെ മക്കളിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ടു എന്ന് വിലപിക്കുന്നത്, അതിൽ കാര്യമില്ല. അത് സ്വന്തം കൊഴി തോണ്ടി വെച്ചതാണ്. സ്വന്തം വാപ്പാനിമാനെ നോക്കുന്ന മക്കൾക്കാണ് അവരെ നോക്കുന്ന മക്കളുണ്ടാവുക. നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾക്കാണ് നിസ്കരിക്കുന്ന കുട്ടികളുണ്ടാവുക. സത്യം പറയുന്ന മാതാപിതാക്കൾക്കാണ് സത്യസന്ധരായ മക്കളുണ്ടാവുക. പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾക്കാണ് അല്ലാഹനെ പേടിച്ച് ലോകത്തിന്റെ ഏത് കോണിൽ അവൻ ഹോസ്റ്റലിൽ ജീവിച്ചാലും ഏത് വൃത്തികെട്ട സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്താലും അവന്റെ ജീവിതത്തിൽ അവൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. 100 കുട്ടികളുണ്ട്, അതിലൊരാളാണ് ഇയാൾ. 99 കഞ്ചാവിന് അടിമയാണെങ്കിൽ ഇവൻ വിട്ടു നിൽക്കും. കാരണം അവൻ ജീവിച്ച് അവൻ കണ്ടു വളർന്നത്. അല്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളെ മക്കളെ വിട്ടുകൊടുക്കരുത്. വേറെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു സന്താനം എന്ന് ചിന്തിക്കുമ്പോ അതിന്റെ ആദ്യ ഘടകം നല്ല ഇണകളെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ഫൾഫർ ബിദാത്തിദ്ദീൻ, മതമുള്ളവളെ നീ തെരഞ്ഞെടുക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. നിന്റെ കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും, ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നാലും, ജീവിതത്തിൽ കുറച്ച് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നാലും, അല്ലേ? ചെറുപ്പക്കാർ, കുട്ടികളെന്ന് സ്കൂളില്ലാത്തവർ കുറച്ച് അധികം ഉണ്ടാവും. നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോ, നിങ്ങളുടെ ഭാവിയിൽ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോ, നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ, അവൾക്ക് കിട്ടേണ്ട ഇണയാരാണ്? തൗഹീദുള്ളവനാകണം, ഇസ്ലാമുള്ളവനാകണം, ഭക്തിയുള്ളവനാകണം.
അവിടെയാണ് നല്ല മക്കളുണ്ടാകുന്നത്. പിന്നെ പ്രവാചകന്റെ ചര്യയിൽ കാണാം, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ബെഡ്റൂമിൽ ലൈംഗികതയിലേക്ക് പോകുമ്പോ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതി അഹ്ലഹു, തന്റെ ഭാര്യയെ സമീപിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖാലവൻ പറയട്ടെ ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാന വജന്നിബി ശൈത്വാന മാ റസഖതനാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനത്തിൽ നിന്നും പിശാചിനെ നീ അകറ്റി നിർത്തേണമേ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടേ അവരുടെ ആ സ്വകാര്യതയിലേക്ക് പോകാവൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മക്കളെന്നാൽ അവർ വലിയ അനുഗ്രഹങ്ങളാണ്. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും. ഒരു കുഞ്ഞുണ്ടായി എന്ന വാർത്ത കേൾക്കുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാഹ്. ഒരു കുഞ്ഞുണ്ടായി എന്ന് കേൾക്കുമ്പോൾ ആദ്യം പറയേണ്ട വാചകം എന്താണ്? അൽഹംദുലില്ലാഹ്. അത് ഹദീസിൽ അങ്ങനെ അൽഹംദുലില്ലാഹ് എന്നൊരു ദിക്ർ പറയണമെന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിന് നന്ദിയുള്ളവരാകണം. നോക്കൂ സഹോദരങ്ങളെ, കുട്ടികളില്ലാത്ത എത്രയോ ആളുകൾ, പക്ഷേ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് വിളി വരാറുണ്ട്, പ്രാർത്ഥനയിൽ നിന്ന് മറക്കരുതിട്ടോ. സ്ഥിരമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവരാണ്. സന്താന സൗഭാഗ്യം അള്ളാഹു നൽകിയിട്ടില്ല. അതൊരു പരീക്ഷണമാണ്. ജീവിതത്തിൽ പല പല പരീക്ഷണങ്ങൾ നേരിടുന്നത് പോലെ ഒരു പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിശ്വാസി ക്ഷമിക്കണം, കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ഇവിടെ എന്ത് അള്ളാഹ് കൊടുത്തിട്ടില്ല, അതിന് പകരം അള്ളാഹ് സ്വർഗ്ഗമാണ് കൊടുക്കുക. അതുകൊണ്ട് പ്രതീക്ഷയുണ്ടാകണം. നാളെ പരലോകത്തിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ടാകണം ഇവിടെ ഒരു പരീക്ഷണത്തെ നേരിടുമ്പോൾ. അപ്പോ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും അതൊരു സന്തോഷമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. ഖുർആൻ പറയാണ്, ഒരു പെൺകുട്ടിയെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചാൽ അവന്റെ മുഖം ഇരുണ്ടുപോകും, അവൻക്ക് ദുഃഖം കൊണ്ട് പ്രയാസപ്പെടും. ഇതാരെ കുറിച്ച് പറഞ്ഞറിയോ? ജാഹിലിയ്യത്തിലെ മുശ്രിക്കുകളെ കുറിച്ച്, അറബികളെ കുറിച്ച്. സ്വന്തം ചോരയിൽ പറന്ന കുഞ്ഞു പെണ്ണായതിന്റെ പേരിൽ കുഴിച്ചുകൂടിയിരുന്ന ജനതയെ കുറിച്ച്. നമ്മുടെ ആ മാനസികാവസ്ഥ നമുക്കുണ്ടാകരുതാണ്. ജനിച്ചു വീണ പെണ്ണ് കുഞ്ഞാണെങ്കിൽ അള്ള തന്നതാണ്. പെണ്ണിനെന്താ പ്രശ്നം? പെൺകുട്ടിയുണ്ടായാൽ കൂടുതൽ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവേചനമില്ലാതെ 3 പെൺകുഞ്ഞുങ്ങളെ ഒരാൾ നോക്കി വളർത്തിയാൽ, 3 പെൺകുട്ടികളെ വിവേചനമില്ലാതെ ഒരാൾ നോക്കി വളർത്തിയാൽ അയാൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ്. ഇവര് 3 കുട്ടികൾ ആകണ്ട ആൾക്കാർക്ക് ഒന്നുണ്ടായ ഭയങ്കര സംഭവമായി എന്ന് വിചാരിക്കുക. 2 കുട്ടിയായാൽ അധികമായി എന്ന് വിചാരിക്കുക. 3 കുട്ടി ഉണ്ടായ പുറത്തിറങ്ങൾക്ക് 3 കുട്ടി ഉണ്ടോന്ന് ചോദിക്കുന്നത് മാനക്കേടായി ചിന്തിക്കുക. അല്ലേ? പടച്ചോനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്, അല്ലാഹ് പറയുന്നു. എന്നിട്ടോ ഇവിടെ കുടുംബാസൂത്രണം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വിഡ്ഢിയാശയം, പൊട്ടത്തരം, അതിൽ നമ്മൾ തന്നെ വീണുപോയി. നമ്മൾ 2, നമുക്ക് 2. ചൈനക്കാര് പറഞ്ഞു നമുക്ക് 1 മതി. ചൈന, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഏരിയ, 2015 നയം തിരുത്തി. 1 കുട്ടി എന്ന നയം തിരുത്തി. 2 കുട്ടി വേണം എന്നാണ്. 2021 വീണ്ടും തിരുത്തി. 2 പോരെ 3 വേണം. 2023 ചൈനീസ് പ്രധാനമന്ത്രി അവിടുത്തെ വനിതാ പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. എന്താ പറഞ്ഞതറിയോ? നിങ്ങളൊക്കെ ജോലി നിർത്തി വീട്ടിൽ പോയിക്കോളി. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വാർത്ത വന്നിരുന്നു, ജപ്പാനിൽ അവരുടെ ഒരു ടോക്കിയോയിൽ പുതിയ നയം, സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല. അത് നമ്മുടെ നയമല്ല കേട്ടോ, ആ ഗവൺമെന്റ് സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല നമുക്ക് നയമില്ല. എന്താ പറഞ്ഞത്? അവർ വീടുകളിൽ കഴിയട്ടെ. എന്തിനു വേണ്ടി അറിയോ? കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ. രാജ്യം വലിയ ജനസംഖ്യാ ക്രൈസിസ് നേരിടുന്നു. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനസംഖ്യാ പ്രതിസന്ധി 5 കൊല്ലത്തിനുള്ളിൽ നേരിടാൻ പോണ സംസ്ഥാനം കേരളമായിരിക്കും. ഇന്ത്യ ഒട്ടാകെ എടുക്കുമ്പോ വയസ്സായവരുടെ എണ്ണം 7% കേരളത്തിൽ അത് 20%. കേരളത്തിലെ ജനസംഖ്യാ ഗ്രോത്ത് നെഗറ്റീവാ, താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ ഒഴിഞ്ഞുകിടക്കും, ഭൂമി ആർക്കും വേണ്ടാതാകും, ആള് ആവശ്യത്തിന് ജോലി ചെയ്യാനുള്ള മാൻ പവർ ഇല്ലാതെയാകും. അല്ലേ? മാൽത്യൂസ് പണ്ടെഴുതി വെച്ച ആളുകളുടെ എണ്ണം കൂടിയാൽ വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന ഒരു മന്മനാശയം ലോകത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോ അതിന്റെ ദുരന്തം ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളും. എന്തുകൊണ്ട് അവിടുന്ന് യൂറോപ്പിലേക്ക് ആൾക്കാർ ഇങ്ങനെ കയറിപ്പോണത്? നല്ല ഭയങ്കര സംഭവമുള്ള കോഴ്സ് പഠിക്കാറെന്നല്ല പോണത്. ഭൂരിഭാഗം ആളുകൾ, ഞാൻ വിഷയത്തോടെ സംസാരിച്ചാണ്, ഭൂരിഭാഗം ആളുകളും ഇവിടുത്തെ പാരലൽ കോളേജുകളേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്ക് വെറുതെ കുറെ പൈസ നഷ്ടപ്പെടുന്നു. പക്ഷെ അവരെന്തുകൊണ്ട് സ്വീകരിക്കുന്നു?
അവർക്ക് പൗരന്മാരാവശ്യമുണ്ട് അല്ലേ? കുഞ്ഞിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മാസത്തിൽ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്, ഫ്ളാറ്റുകൾ അധികം കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നത് ഒരു ഫാഷനാകുന്നതും കുട്ടികളെ എണ്ണം കൂടുന്നത് അപമാനമാകുന്നതും കാണുന്ന ഒരു തലമുറയിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, 3 പെൺകുട്ടികളെ നോക്കി വളർത്തിയാൽ അയാൾക്ക് സ്വർഗമുണ്ട്. സ്വഹാബത്തിൽ ആരോ ഒരാൾ ചോദിച്ചു, നബിയെ 2 ആണെങ്കിലോ? 2 നോക്കി വളർത്തിയാലും സ്വർഗമുണ്ട്. ആണ് പെണ്ണ് എന്ന വിവേചനമില്ലാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗമാണ്. അൽവാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരമാണ് സമ്പത്തും സന്താനങ്ങളും. അതുകൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു കുട്ടിയുണ്ടായാൽ അതിൽ സന്തോഷിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാറുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ഇദാ വുലിദ ഫീഹി മൗലൂദുൻ ലാ തസ്അൽ വലാ മൻ വലാ ജാരിയ, ഒരു കുട്ടി ജനിച്ചാൽ ആയിഷ ബീവി ജീവിതത്തിൽ ഒരിക്കൽ പോലും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. തഖൂലു ഖുലിഖ സവിയ്യൻ ഫഇദാ ഖീല നഅം, നല്ല സുഖമായി പ്രസവിച്ചില്ലേ, പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. നഅം എന്ന് പറഞ്ഞാൽ ഖാലത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആയിഷ ബീവി പറയും, അല്ലാഹുവിന് സർവസ്തുതിയും. ആണാണോ പെണ്ണാണോ എന്ന ചോദ്യം തന്നെ അവർക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ സന്തോഷമാണ്. താബിഈകളിൽപ്പെട്ട ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ആര് കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാലും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, നിനക്ക് അല്ലാഹു നൽകിയതിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. നീ നിനക്ക് നൽകിയതിൽ അല്ലാഹു നൽകിയ റബ്ബിന് നീ നന്ദി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഹസൻ അൽ ബസ്രിയെ പോലെയുള്ള ആളുകൾ. അപ്പോ ആൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി കുട്ടിക്കും രക്ഷിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ പ്രത്യേക പ്രാർത്ഥന ഒന്നും ഹദീസിൽ വന്നിട്ടില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുട്ടി ഉണ്ടായി എന്ന് കേൾക്കുമ്പോ ആൺകുട്ടിയാ പെൺകുട്ടിയാ? ആ പെൺകുട്ടിയാണല്ലേ, ഇതൊരു മുസ്ലിമിന്റെ ശബ്ദമല്ല, അത് ജാഹിലികളുടെ ശബ്ദമാണ്, ജാഹിലി അറബികളുടെ ശബ്ദമാണ്. പെൺകുട്ടിയാണല്ലേ എന്ന ചോദ്യം ഏത് കുട്ടിയാണെങ്കിലും അല്ലാഹുവാണ്. ഇന്നല്ലാഹ യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുഖൂർ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പെൺകുട്ടികളെ കൊടുക്കുന്നു, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ആൺകുട്ടികളെ കൊടുക്കുന്നു, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് രണ്ടും കൊടുക്കുന്നു, അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകളെ അവൻ ഒന്നും കൊടുക്കാതിരിക്കുന്നു. അതൊക്കെ റബ്ബിന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കുഞ്ഞുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എന്താണ് ചെയ്തത്? പ്രവാചകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയുഹന്നിക്കുഹും എന്നാണ്, അവർക്ക് തഹ്നീക്ക് ചെയ്യും. നബി തന്റെ വായിൽ ഈത്തപ്പഴം ഇട്ട് ചവച്ച് അതിന്റെ നീര് കുട്ടിയുടെ വായിൽ തേച്ചു കൊടുക്കും. തഹ്നീക്ക് എന്ന് പറയാം നബി ആദ്യം. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈത്തപ്പഴം അങ്ങനെ അതുപോലെ കൊടുക്കാൻ പറ്റുന്ന ചെറിയ കുട്ടി നമ്മൾ ചിന്തിച്ച് ചെയ്താൽ മതി. നബിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ പേര് വിളിച്ചിരുന്നു. പ്രവാചകന്റെ അന്ന് തന്നെ കുട്ടിക്ക് പേര് വിളിച്ചിരുന്നു. ഈ തഹ്നീക്ക് എന്നുള്ള ഒരു അത്ഭുതമാണ്. ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് കുട്ടിയുടെ കവിളിനകത്ത് ഷുഗർ ജെൽ തേച്ചു കൊടുക്കുന്നത്, പുതിയ ഹദീസൊന്നും അറിയാത്ത ആൾക്കാരെ പഠനമാണ്. കുട്ടിയുടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ പ്രസവിച്ച ഉടനെ പേര് വിളിക്കുന്നു, അതുപോലെ തന്നെ ആ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തഹ്നീക്ക് ചെയ്തു കൊടുക്കുന്നു. ബാങ്ക് വിളിക്കുക എന്നതിൽ സ്ഥിരപ്പെട്ട ഹദീസുകളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിടുമ്പോ അതിനെ സംബന്ധിച്ച് ഇനി അന്ന് തന്നെ പേരിടാം, അല്ലെങ്കിൽ 7ാമത്തെ ദിവസം അഖീഖ അറുക്കുകയും പേര് വിളിക്കുകയും കുട്ടിയുടെ മുടി കളയുകയും ചെയ്യാം. 7ാമത്തെ ദിവസം കളയാം. അത് പ്രത്യേകമായി സുന്നത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പേരിനെ സംബന്ധിച്ച് ആൾക്കാർ മിക്കപ്പോഴും ഇങ്ങനെ വിളിക്കുക. കുറച്ചൊക്കെ ഒരു അറബി ഭാഷ അറിയുന്ന ആളാണെങ്കിൽ മിക്കവാറും ഒരു മാസത്തിൽ 2-3 കോളെങ്കിലും വരും, എന്താ എന്റെ കുട്ടിക്ക് ഇന്ന പേരിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്യാം. അത് കേൾക്കാൻ ഭംഗി തോന്നുന്ന പേര് ഇതിന്റെ അർത്ഥം എന്താ? അറബി വാക്ക് തന്നെ ആകണമെന്നില്ല. എത്രയോ നല്ല പേരുകളുണ്ട്. സ്വഹാബിമാരുടെ പേരുണ്ട്, പ്രവാചകന്മാരുടെ പേരുണ്ട്, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന പേരുകളെ സംബന്ധിച്ചൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന അഹബ്ബ അസ്മാഇകും മിനല്ലാഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാഹ് വ അബ്ദുർ റഹ്മാൻ എന്നാണ്.
പ്രവാചകന്മാരുടെ പേരുകളെ കുറിച്ച് പറഞ്ഞു. അതല്ലാത്ത നല്ല പേരുകളൊക്കെ ഇടാം. നമ്മൾ വളരെ റയറാകാൻ വേണ്ടി എവിടുന്നെങ്കിലൊക്കെ തപ്പിയെടുക്കുമ്പോ അത് ചിലപ്പോൾ പക്ഷേ ഈ കേൾക്കുന്ന ആളും ആദ്യമായിട്ട് കേൾക്കും. എനിക്ക് പലപ്പോഴും പറ്റാറില്ല അർത്ഥം പറഞ്ഞു കൊടുക്കാൻ. കാരണം ഗൂഗിളിൽ നിന്ന് അവരാരൊക്കെയോ എന്തൊക്കെയോ അർത്ഥം കൊടുത്തൊരു പേര് ആ അറബി ഭാഷയാവൂല, വേറെ ഏതെങ്കിലും ഭാഷയാകും. എത്രയോ സുപരിചിതമായ മാന്യം നല്ല പേരിടം. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പരാതി വന്നു. മകൻ മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല. അവര് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, മകനെ വിളിച്ചു, എന്താ എന്നോടുള്ള ഒരു ബാധ്യത എന്റെ വാപ്പയും പൂർത്തിയാക്കിയിട്ടില്ല, എനിക്കൊരു നല്ല പേര് പോലും കിട്ടില്ല. ബർമൂസ് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. ഈ എന്താ പറയാ ചെള്ള് എന്നൊക്കെ പറഞ്ഞൊരു ജീവിതമല്ലോ, അങ്ങനത്തെ അർത്ഥം വരുന്ന ഒരു പേര്. ആ പേരാണ് എന്റെ വാപ്പ. ഒരു നല്ല പേര് പോലും എനിക്ക് എന്റെ വാപ്പട്ടെന്നില്ല. ആ നല്ല പേരിട്ട് കൊടുക്കുക. ആ പേരിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ മരിച്ച് അയാളിങ്ങനെ ഉയർത്തപ്പെടുമ്പോ ആകാശലോകത്ത് ആ ആത്മാവിന് കവാടങ്ങൾ നല്ല മനുഷ്യനാണെങ്കിൽ തുറക്കപ്പെടുമ്പോ നല്ല പേര് പറഞ്ഞിട്ടാ പരിചയപ്പെടുത്തപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറച്ച് നന്നായിക്കോട്ടെ എന്ന് ചിന്തിക്കാം. പക്ഷേ റയറിൽ റയറാകണം, അപൂർവങ്ങളിൽ അപൂർവമാകണം എന്ന് ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ പേരിടുന്ന ഒരവസ്ഥാവിശേഷം. വാപ്പാന്റെ പേരുകൊണ്ട് തുടങ്ങണം, ഉമ്മാന്റെ പേരുകൊണ്ട് തുടങ്ങണം. വാപ്പാന്റെ പേരിൽ ആദ്യത്തെ അക്ഷരം ഉണ്ടാകണം, ഉമ്മാന്റെ പേരിൽ ആദ്യത്തെ അക്ഷരം ഉണ്ടാവണതിൽ എന്തെങ്കിലും തോന്നിയാസാകണം അർത്ഥം. ആ രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. നല്ല പേരിടുക. രണ്ട് പേരുകൾ ഒരുമിച്ച് ഒരാൾക്ക് ഇടുന്നത് പൊതുവിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ട ഒരു സംഗതിയാണ്. ഷെയ്ഖ് ബറാഖ് എന്ന് പറയുന്ന ഒരു ആധുനിക പണ്ഡിതൻ, അദ്ദേഹത്തിന് തസ്മിയത്തുൽ മൗലൂദ് എന്ന ലഘുകൃതിയുണ്ട്, ചെറിയൊരു പുസ്തകം. അതിൽ അദ്ദേഹം ഒരു മനുഷ്യന് രണ്ട് ഐഡന്റിറ്റി പാടില്ല എന്ന നിലക്ക് പറയാറുണ്ട്. അത് അങ്ങനെ ഭയങ്കര നിരോധിക്കപ്പെട്ടതാണ് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നിരുത്സാഹപ്പെടുത്താറുണ്ട് പണ്ഡിതന്മാർ. അതുപോലെ തന്നെ പേര് പിതാവിലേക്ക് ചേർത്ത് പറയുന്നത് നല്ലതാണ്. ഒരാളുടെ പേരും ശേഷം വരേണ്ടത് വാപ്പാന്റെ പേരുമാണ്. പണ്ട് ഈ വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ, ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തെയും അപ്പോഴത്തെയും കൂട്ടി വായിക്കരുത്, അതിന്റെ ഒരു പശ്ചാത്തലം പറയാം. അന്ന് ഈ കുട്ടറവാപ്പൻ ഇന്നാളാണ്, ഈ കുട്ടറവാപ്പൻ ഇന്നാളാണെന്ന് ചില സ്ത്രീകൾ വിളിച്ചു പറയും. മാന്യന്മാരിലേക്ക് സ്വന്തം കുട്ടിയുടെ പേര് ചേർത്ത് പറയും. ഇസ്ലാം അതിനെ വിലക്കി. സ്വന്തം കുട്ടിയുടെ പിതാവിലേക്കല്ലാതെ പേര് ചേർത്ത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം വിലക്കി. ആണ് പൊതുവിൽ അറബ് ലോകത്തും ഇസ്ലാമിക ലോകത്തൊക്കെ ഒന്നുകിൽ ഇബ്ന് ചേർത്ത് സ്വന്തം പേരും മുഹമ്മദ് ബിൻ അബ്ദുല്ല അങ്ങനെയാണ് പേരുകൾ കൊടുക്കാറുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഭർത്താവിലേക്ക് പേര് ചേർത്ത് പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പേര് വാപ്പയിലേക്കാണ് ചേർത്ത് പറയേണ്ടത് എന്ന സംഗതി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു നല്ല നാമം നൽകുക. 7-ാം ദിവസം ഈ പേര് വിളിക്കാം. മുടി കളയാം, അഖീഖയറുക്കാം. 7-ാം ദിവസം സാധിച്ചില്ലെങ്കിൽ 14-ാമത്തെ ദിവസം ചെയ്യാം. 14-ാമത്തെ ദിവസം സാധിച്ചില്ലെങ്കിൽ 21-ാമത്തെ ദിവസം ചെയ്യാം. അപ്പോഴും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ ചെയ്യാം എന്ന് ആണ് ഹദീസുകളുടെ വെളിച്ചത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. എന്തിനെയാണ് അഖീഖ അറുക്കേണ്ടത്? ഹദീസുകളിൽ വന്നിട്ടുള്ളത് അഖീഖ അറുക്കുന്നത് ഒരു മൃഗത്തിന്റെ കുറിച്ചാണ്. അത് ആടാണ്. ആടിനെയാണ് അഖീഖ അറുക്കേണ്ടത്. വലിയ മൃഗങ്ങളെ അറുക്കുന്നവരുണ്ട്. അങ്ങനെ അറുത്താൽ ശരിയാവുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ സാധാരണഗതിയിൽ ആടിനെ അറുത്തു എന്നതാണ് പ്രവാചകന്റെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരക്കുട്ടികൾ ഉണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഹസനും ഹുസൈനും വേണ്ടി ആടുകളെ അറുത്തു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകളെയും പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും അറുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന അഖീഖയുടെ മൃഗമേതാണ്? അത് ആടാണ്. ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ അറുക്കുക, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ അറുക്കുക. ഇതാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്. അപ്പൊ കുറെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. വേറെ വെറുതെ ആളുകൾക്ക് അറുത്ത് ഭക്ഷണം കൊടുക്കും, ഒരു പ്രശ്നമില്ല. അഖീഖയുടെ സുന്നത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മളെ സുന്നത്തെടുക്കാനല്ലേ കൊടുക്കുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യും? പെൺകുട്ടിയുടെ ഭാര്യയുടെ നാട്ടിൽ വീട്ടിലായിരിക്കും പ്രസവിച്ച് കിടക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചായിരിക്കും അഖീഖ ഉണ്ടാവുക. അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ പ്രസവിച്ചിറക്കേണ്ടത് ഭാര്യയുടെ വീട്ടിൽ തന്നെ ആകണമെന്നുണ്ടോ? ഇല്ല. ശരിക്കും ഉത്തരവാദിത്വം ഭർത്താവിനാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലൊരു ശീലം അതല്ല.
എന്നിട്ട് അവിടെ കൊണ്ടുപോയി അറുക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളതിൽ വലിയ ഉരുവായിരിക്കണം. അതൊരു അഭിമാന പ്രശ്നമാണ്. സുഹൃത്തുക്കളെ, ആ നീയത്ത് എന്തു നീയത്താണ്? അതെന്ത് നീയത്താണ്? ഭാര്യയുടെ മരുമകളുടെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ വീട്ടുകാരെ ബോധ്യപ്പെടുത്താനോ നമ്മൾ അക്കീഖ അറുക്കുന്നത്? അത് ഇസ്ലാമിലെ നിർബന്ധത്തിനോളം വന്ന സുന്നത്ത് എന്നാണ്. കുല്ലു ഉലാമിൻ റഹീനത്തുൻ ബിഅഖീഖതിഹി തുദ്ബഹു അൻഹു യൗമ സാബിഇഹി. ഏഴാമത്തെ ദിവസം മറുക്കപ്പെടേണ്ട അഖീഖക്ക് ഒരു കുട്ടി കടപ്പെട്ടിരിക്കുന്നു. നിർബന്ധമല്ലാന്നുള്ളൂ, നിർബന്ധത്തോളം വന്ന മുഅക്കദായ സുന്നത്ത് എന്ന് പറയാം. ആ സുന്നത്താണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ആ സുന്നത്ത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് അറുക്കേണ്ടത്. ഉണ്ടോ? പിതാവാണ് അതിന്റെ ഉത്തരവാദിത്വം, പിതാവിനാണുള്ളത്. രക്ഷിതാവാണ് അത് അറുക്കേണ്ടത്. അപ്പോ ആൺകുട്ടിക്ക് 2 ആടിനെ അറുക്കാം, പെൺകുട്ടിക്ക് 1 ആടിനെ അറുക്കുക. ഇവിടെ അതിനപ്പുറമുള്ള ഒരു അഭിമാന പ്രശ്നമായിട്ടല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്. മറിച്ച് ഇതിനെ ഒരു സുന്നത്തായി, രക്ഷിതാവിന്റെ മേലുള്ള ഒരു ഉത്തരവാദിത്തമായി അതിനെ കാണുകയും അത് നിർവഹിക്കുകയുമാണ് വേണ്ടത്. പിന്നെയോ, ആളുകള് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ആദ്യം എടുത്തു കൊടുക്കണ വസ്ത്രം എന്തായിരിക്കും? ആൾക്കാർ സമ്മാനം കൊണ്ടുവന്നേരും നല്ല നല്ല വസ്ത്രങ്ങൾ. വാപ്പയും എടുത്തെടുക്കുന്ന ഒരു കറുത്ത ഡ്രസ്സായിരിക്കും. നമ്മൾ കുട്ടി ചെറിയ കുട്ടിയാണ്, വേസ്റ്റ് ഒക്കെ ആകും, അതുകൊണ്ട് കറുപ്പ് വേണ്ടാന്ന്, മറ്റു നിറങ്ങൾ വേണ്ടെന്ന് ചിന്തിച്ച കുഴപ്പമില്ല. പക്ഷെ ആളുകൾ ചിന്തിക്കണം എന്താ അറിയോ? ഇത് കുട്ടിക്ക് എന്താ കണ്ണ് തട്ടാതിരിക്കാൻ കവിളിൽ കുത്തിട്ട് വെക്കൂ, കറുത്ത ചരട് കെട്ടും, അതിന്റെ മേലൊരു മണി കെട്ടുന്നൊരു ഇതുണ്ട്. ഇപ്പുണ്ടോന്ന് എനിക്കറിയില്ല അല്ലെ? ഇതൊക്കെ എന്തിനാ? കുട്ടിക്ക് അപകടം വരാതിരിക്കാൻ. ഒരു കുഞ്ഞ് എത്ര മാസം ഉമ്മാന്റെ ഗർഭത്തിൽ കിടന്നു, മാസം തികയാതെ പ്രസവിച്ചൊരു കുഞ്ഞിനെ എന്താ ചെയ്യാം? അതിനെ ഇൻക്യുബേറ്ററിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തണം. ഒരു ഇൻക്യുബേറ്ററിൽ ഒരു കുട്ടിയെ ഒരു ദിവസം കിടത്തി എത്ര രൂപ ചെലവ് വരും? ഒരു മാസം കിടത്തി എത്ര രൂപ ചെലവ് വരും? എന്നാൽ തന്നെ ആ ഇൻക്യുബേറ്ററിന്റെ സംവിധാനം പൂർണ്ണമായും ഉമ്മയുടെ ഗർഭാശയ സംവിധാനത്തോട് കിടപിടിക്കുന്നതാണോ? അല്ല. ഒരു മാതാവിന്റെ ഗർഭാശയത്തിനകത്തൊരു കുഞ്ഞു വളരുമ്പോ എന്തെല്ലാം ഘട്ടങ്ങളെ മറികടന്നു വരുന്നു. ആ ഗർഭപാത്രത്തിനകത്ത് ഏത് ചരടാണ് ആ കുഞ്ഞിനെ സംരക്ഷിച്ചത്? ഏതു കറുത്ത തുണിയാണ് ആ കുഞ്ഞിനെ സംരക്ഷിച്ചത്? ഏത് നൂലാണ് ആ കുഞ്ഞിനെ സംരക്ഷിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ചു വീഴുന്നതിന് മുമ്പുള്ളതിനേക്കാൾ വലിയ ക്രൈസിസുകൾ, പ്രതിസന്ധികൾ മറികടന്നൊരു കുഞ്ഞ് ജനിച്ചു വീണതിന് ശേഷം അതിന് 2 രൂപയുടെ നൂല് കൊണ്ട് രക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത് എന്ത് വിഡ്ഢിത്തമാണ്! ഒരു കറുത്ത ചരടിൻ കഷ്ണം കൊണ്ടോ കറുത്ത തുണിക്കഷ്ണം കൊണ്ടോ സംരക്ഷിക്കാമെന്നത് എന്തുമാത്രം വലിയ അബദ്ധമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല. കുട്ടിക്ക് കണ്ണീർ പോലെയുള്ള എന്തെങ്കിലും ഭയപ്പെടുകയാണെങ്കിൽ പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നിർവഹിക്കുകയാണ് വേണ്ടത്. തവക്കുൽ ചെയ്യേണ്ടത് അല്ലാഹുവിലാണ്, ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്, രക്ഷ തേടേണ്ടത് അല്ലാഹുവിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. മിൻ കുല്ലി ഐനിൻ ലാമ, എല്ലാ ആക്ഷേപിക്കപ്പെട്ട കണ്ണിൽ നിന്നും രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. അതാണ് നടപ്പിലാക്കേണ്ടത്. നമ്മുടെ സുഹൃത്തുക്കളെ, കുഞ്ഞു ജനിച്ചാൽ കുട്ടിയുടെ ഓരോ ഘട്ടത്തിലും എന്തു ചെയ്യണമെന്ന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ അധ്യാപനങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്. നാട്ടുനടപ്പുകളും മാമൂലുകളും നാട്ടാചാരങ്ങളും മതവിരുദ്ധമാകുമ്പോ നമ്മൾ കുറ്റക്കാരാവുകയാണ് ചെയ്യുക. അവിടെ നമുക്ക് ലഭിക്കുന്ന പുണ്യവും സുന്നത്ത് പിൻപറ്റുന്നതിന്റെ ആ വലിയ പ്രതിഫലവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു ദീന് ശരിയായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു.
അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുള്ളത്. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് നമ്മുടെ പള്ളിയുടെ പരിപാലനമാണ്. രണ്ടാമത്തേത് നാളെ കൊപ്പത്ത് വെച്ചൊരു ഒരു പകൽ ദിവസത്തെ ഒരു ക്യാമ്പ് നടക്കുന്നത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടി, കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടി. കണ്ണ് കാണാത്ത ഏകദേശം 200ഓളം ആളുകൾ അതിൽ ഒത്തുകൂടുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അവരിങ്ങനെ പലരും യാചിച്ച് ജീവിക്കും. ചില ആളുകൾ ജീവിത സൗകര്യമുള്ളവർ അവരുടെ വീടുകൾക്കകത്ത് കഴിഞ്ഞുകൂടും. അതിനപ്പുറം അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകുന്ന ഒരുവിധ സംവിധാനങ്ങളും ഇത്രയൊക്കെ മുസ്ലിം സമൂഹം വികസിച്ചിട്ടും പുരോഗമിച്ചിട്ടും പലപ്പോഴും ഉണ്ടാകാറില്ല. അപ്പോ പല പല പ്രദേശങ്ങളിലായി ഇപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി പകലിൽ ഒരു ക്യാമ്പ് കൊടുത്തു വിടുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വരുന്നതിന്റെ വണ്ടിച്ചെലവ് കൂടി ഭൂരിഭാഗം ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിലേക്കൊരു വലിയ സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. അതും കൂടി ഇന്നത്തെ ഒരു കളക്ഷനിലുണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അതിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 22-ാം തീയതി ഞായറാഴ്ച കൊപ്പത്ത് തന്നെ ഒരു ആദർശ സമ്മേളനം പെരിന്തൽമണ്ണ റൂട്ടിലുള്ള അൽഖവാസ് ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നുണ്ട്. അതിലും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ക്ഷണിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ പ്രവാചകന്റെ അധ്യാപനങ്ങളിലുണ്ട്. അത് നമ്മൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കണമെന്നാണ് സൂചിപ്പിച്ചുവെന്ന്. അതിൽ ഒരു ഭാഗമാണ് ഒരു കുഞ്ഞുണ്ടായ എന്തൊക്കെ ചെയ്യണം. എല്ലാ മതത്തിലും എല്ലാ സിദ്ധാന്തങ്ങളിലും കാഴ്ചപ്പാടിലും കുട്ടിണ്ടായ എന്ത് ചെയ്യണം എന്നതിനൊരു മാർഗനിർദ്ദേശം ഉണ്ടാവും ഇല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അപ്പൊ അത് നമ്മൾ പാലിക്കണം, നടപ്പിലാക്കണം. അവിടെ ഇസ്ലാമിൽ പറഞ്ഞതെന്തോ അത് നടപ്പിലാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. മതത്തിലില്ലാത്ത ആചാരങ്ങൾ എന്തൊക്കെയാണ്? പ്രഗ്നന്റ് ആയ ഒരു ഘട്ടം കഴിഞ്ഞാല് എന്താ വയറ് കാണാൻ വരിക, വേറൊരു ഘട്ടം കഴിഞ്ഞാൽ പ്രസവത്തിന് കൊണ്ടുപോവുക, ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ ആചാരങ്ങളും ഉണ്ട്. എല്ലാ അനാചാരങ്ങളും ആവശ്യമില്ലാത്ത നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നുണ്ട്. തെറ്റായ അത്തരം പ്രവണതകൾ മാറി നിൽക്കണം. എന്നാൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്ന അഖീഖ പോലെയുള്ള പ്രവാചകന്റെ സുന്നത്തിൽ വന്നിട്ടുള്ള മറ്റു കാര്യങ്ങൾ അത് പലപ്പോഴും നാട്ടിൽ നടപ്പിലാകുന്നത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മൾ അവസാനം പറഞ്ഞ പോയിന്റ്, കുട്ടിയുടെ സുരക്ഷിതത്വം, മനുഷ്യന്റെ മുഴുവൻ സുരക്ഷിതത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബിലാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ, അള്ളാഹുവിന്റെ മഹത്തായ കലിമത്തുകൾ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ, എല്ലാ പിശാചുക്കളിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ ആക്ഷേപിക്കപ്പെട്ട കണ്ണുകളിൽ നിന്നും ഞാനിതാ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. അത്തരം പ്രാർത്ഥനകളിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അള്ളാഹുവിലാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. അതല്ലാതെ ചരടിലും നൂലിലും പ്രസവിച്ചടക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാവും കെട്ടിയ നൂല്, കുട്ടികളുടെ മേത്തുണ്ടാവും കെട്ടിയ നൂലും, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏലസുകളും മറ്റു സംഗതികളെല്ലാം ഇതെല്ലാം അനിസ്ലാമികമാണ്. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത, നമ്മുടെ പള്ളിയുമായി സ്ഥിരമായി നമ്മളൊപ്പം നിൽക്കുന്ന സഹോദരന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ സംബന്ധമായ അസുഖമുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേഗത്തിലുള്ള ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ മാതാപിതാക്കൾക്ക് അല്ലാഹു കാരുണ്യം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ
المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.